മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ദ്രാവിഡ മുന്നേറ്റ സൊസൈറ്റി അവരുടെ ജില്ലാതല പരിപാടി വണ്ടിപ്പെരിയാറിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായി അത് മാറുകയാണ്. കാരണം പീരുമേട്, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പ്രദേശത്തെ 1000ഓളം സ്ത്രീകളായിട്ടുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ഫ്ലൈയിങ് സ്ക്വാഡൊക്കെ അടക്കം ഉള്ള ആളുകൾ പെട്ടെന്ന് അവിടെ വരികയും ഇതെന്താ പരിപാടി, ഇവിടെ പണം വിതരണമൊക്കെ നടത്തുന്നുണ്ടോ അതാണെന്നൊക്കെ ചോദിച്ച് വന്നിരുന്നു. അതൊന്നും അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആളുകളെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ദ്രാവിഡ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂട്ടി യോജിപ്പിച്ചൊരു വലിയൊരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നതാണ്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ നമ്മുടെ മനോജ് ആൻ്റണിയാണ്. ആ പരിപാടി ഒന്ന് കണ്ടുവരാം. ഏറെ നിർണായകമായ സമയത്താണ് ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി ഇടുക്കി ജില്ലാ പ്രവർത്തക യോഗം വണ്ടിപ്പെരിയാറിൽ വിളിച്ചുകൂട്ടിയത്. 1000ഓളം ആളുകളാണ് പീരുമേട്, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും സൊസൈറ്റി പ്രവർത്തക യോഗത്തിൽ പങ്കാളികളായത്. സമുദായത്തിന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന മുന്നണികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയും ചെയ്തു. സാമ്പത്തികപരവും വിദ്യാഭ്യാസപരവുമായ അടിത്തറ സൃഷ്ടിക്കുവാൻ ദളിത് വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് ഇറങ്ങണം എന്നും വിവിധ സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ തൊഴിൽ ഭദ്രതകളാക്കി മാറ്റുവാൻ ദളിത് പിന്നോക്ക ജനങ്ങൾക്ക് കഴിയണമെന്നും വിദ്യാഭ്യാസമുള്ള തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ സമൂഹത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നതിക്ക് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്, അഥവാ വിദ്യാഭ്യാസം. ഇന്ത്യയിലെ, കേരളത്തിലെ മുഴുവൻ ദളിത് ജനവിഭാഗങ്ങളും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾക്ക് ശേഷവും 75 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലൂടെയാണ് ഇന്നും ഇന്ത്യയിലെ 90% വരുന്ന ദളിത് ജനവിഭാഗങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം പരമമായി സത്യമാണ്. സ്വാഭാവികമായും സൊസൈറ്റി അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസപരമായ ഒരു പുരോഗതി കൈവരിക്കുന്ന ഒരു തലമുറയായി കടന്നു പോകുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ജില്ലാ കൺവീനർ S. രാജൻ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ ജില്ലാ കോർഡിനേറ്റർ C. ജോൺസൺ സ്വാഗതം ആശംസിക്കുകയും സംസ്ഥാന ട്രഷറർ CO. ബൈജു മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ജോമൻ നാൽപ്പതുപാറ, രമണി ശശികുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഗ്രേസ് മരിയ, വിലാസിനി, അനിൽ MK, സെൽവി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ബാലേശ്വരി, വണ്ടിപ്പെരിയാർ, സിന്ധുജ, സ്റ്റെല്ല മേരി, P. കല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. 50ഓളം യൂണിറ്റുകളിൽ നിന്നും 1000-ലധികം ആളുകളാണ് ഇടുക്കി ജില്ലാ പ്രവർത്തക യോഗത്തിൽ പങ്കാളികളായത്. ഡോക്ടർ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴയിൽ ഈ മാസം 29-ാം തീയതി അതിവിപുലമായ പരിപാടി സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.